ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ഞാൻ ഇനി ഈ വിഷയം സംസാരിക്കേണ്ട എന്ന് കരുതിരുന്നതാണ്. കാരണം നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചുറ്റിനുണ്ട്. എങ്കിലും ഒരു സ്ത്രീയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒരു സമൂഹം തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സംസാരിക്കണമല്ലോ. ഞാനും ഒരു സ്ത്രീയാണല്ലോ, തീർച്ചയായിട്ടും. കാരണം അവര് ചെയ്യുന്ന പരിപാടി നല്ല വൃത്തിയുള്ളതും അന്തസ്സുള്ളതുമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവർ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആരുടെ കാര്യമായിരിക്കും ഇവള് പറയുന്നത്. ബിക്കോസ് ഞാൻ സ്ത്രീയുമായിട്ട് ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, കുടുംബ ബന്ധമൊന്നുമില്ല, റിലേറ്റീവ് ഒന്നും അല്ലെങ്കിലും അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് രേണുസുതിയെ കുറിച്ചാണ്. രേണുസുതി ഇന്ന് ഒരു 6-7 മാസമായിട്ട് ഇന്ന് വരെയും കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ TRP റേറ്റ് സോഷ്യൽ മീഡിയയിലുള്ളത് രേണുസുതിക്കാണ്. അത് അവർ അറിഞ്ഞോ അറിയാതെയോ അവരിലേക്ക് ആക്കിയത് തന്നെയാണ്. രേണുസുതി ഇന്റർവ്യൂ സമയത്ത് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, സമൂഹമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, എന്റെ മനസ്സിനെ ഇങ്ങനെ കല്ലാക്കിയും ഇങ്ങനെ ഇനി എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരക ഘടകം സമൂഹമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, ഞാനായിട്ടല്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിരുന്നു, ഞാൻ ചോദിച്ചതല്ല, കമന്റ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ ചോദിച്ചാണ്, നിങ്ങളൊരു സൈക്കോ ആണോ? അപ്പൊ പറഞ്ഞു തീർച്ചയായിട്ടും ഞാനൊരു സൈക്കോയാണ്. അവരത് സമ്മതിക്കുന്നു. വേറെ ഒന്നും ഇൻ ദ സെൻസ് എന്നെ അങ്ങനെ ആക്കി, എന്നെ നോർമലായിട്ട് അയ്യോ ഞാൻ ഈ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കറിയാം ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, അല്ലെ എന്തൊക്കെ ഞാൻ പറയും, അതിന് ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ഞാൻ ചിന്തിക്കില്ല. അത് വേറെ കാര്യം, എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ആഫ്റ്റർ എഫക്ട് നോക്കിയിട്ട് ഒരുത്തനും ഇത് വീഡിയോ ചെയ്യാറില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്താണ് ഞാൻ പറയാൻ പോകുന്നൊരു ധാരണ എനിക്കുണ്ട്. പക്ഷെ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം രേണുസുതി അങ്ങ് പറയും. രേണുസുതി പറയുന്നത് എനിക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ, എന്റെ ഒരു മനസ്സിപ്പോ അങ്ങനെയാണ്. ആ ലെവലിലേക്ക് അവരെ എത്തിച്ചത് ഈ സമൂഹമാണ്. എന്ത് തെറ്റാണ് രേണുസുതി? എനിക്ക് ഫസ്റ്റ് ഒരു ചോദ്യം, രേണുസുതിയെ മാറ്റി നിർത്തൂ, നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റുന്നതിൽ എനിക്ക് ഈ ഓൺലൈൻ ഓളുകളോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, എന്ത് തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തത്? ഇപ്പൊ ഒരാളുടെ പെർമിഷനോട് കൂടി നമുക്ക് അവരെ പ്രാങ്ക് ചെയ്യാം, ഒരാളുടെ പെർമിഷനോട് കൂടി അവരോട് നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ അങ്ങനെ ചോദിച്ചതിന് രേണുസുതിയെ നന്മപരമാക്കുകയും എന്നെ തെറി വിളിക്കുകയും ചെയ്ത സമൂഹമാണ്. അപ്പം ശരിക്കും സൈക്കോകള് ഈ സൈബർ റോളുകളിൽ, അതായത് ഇങ്ങനെയുള്ള വൃത്തികെട്ട കമന്റുകൾ ഇടുന്ന സൈബർ റോളുകളാണ്. എല്ലാ ജനങ്ങളെയും നമുക്ക് ഇങ്ങനെ പറയാം. കാരണം ഈ 10, 20, 30, 40 ലക്ഷം ആൾക്കാർ കണ്ടതിൽ മിക്കവരും നമ്മളെ നേരിട്ട് കാണുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ബാക്കി ഒരു 10% ആൾക്കാർ അവരിങ്ങനെ ചെയ്യുന്നവരാണ്. ഇതാണ് അവരുടെ തൊഴിൽ എന്ന് പറയുന്നത്. റിയൽ സൈക്കോസ്, എന്താ പറയുന്നത്, ഫിൽത്തി സൈക്കോസ് എന്ന് വേണമെങ്കിൽ പറയാം. അവരെ നോർമൽ സൈക്കോസ് നമുക്ക് പറയാം. ഇത്രയും വൃത്തികെട്ട അഴുക്ക് നിറഞ്ഞ മനസ്സിനുടമകളാണ് അവരെന്ന് എനിക്ക് പറയേണ്ടി വരും. ഞാൻ ഇത്രയും രോഷാവുലെ എന്താണ് രേണുസുതി വിഷയം സംസാരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും സംസാരിക്കാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മറ്റേ അവന്റെ പേരെന്നാ, വേറൊരുത്തനുണ്ടായിരുന്നു തൊപ്പിക്കാരൻ, അവന്റെ പേര് എനിക്ക് കിട്ടിയില്ല. യെസ്, അവനായിരുന്നു കുറച്ചു നാള് ഈ പറയപ്പെടുന്ന പോലെ ഈ വൃത്തികെട്ട സംഭാഷണങ്ങളും ആരെയും വലിച്ചു കീറുന്ന, ഒരു മനസാക്ഷിയും ഇല്ലാതെ വലിച്ചു കീറി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവനെതിരെ പോലീസ് കേസ് വന്നപ്പോ അവൻ കുറച്ച് ഒതുങ്ങി. ഇപ്പൊ അങ്ങനെ ഇങ്ങനെ പറയാറില്ല. അതുൽ വ്ലോഗ് അതിന്റെ ഒരു അപ്പർ വെർഷനാണ്, ഒരു അപ്പർ ഹാൻഡ് വെർഷനാണ് ഈ പറയപ്പെടുന്ന അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്നത്. അതുൽ വ്ലോഗ്സിന്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി വന്നിരുന്ന് കൊണയടിക്കുക, അങ്ങനെ ഒരു രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ, അത് വെറും കച്ചറ സംസാരമാണ് അയാൾ സംസാരിക്കുന്നത്. അയാൾക്കെതിരെ രേണുസുതി കേസ് കൊടുത്തു. അതാണ് നമുക്ക് സംഭവത്തിലേക്ക് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അയാൾക്കെതിരെ രേണുസുതി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. രേണുസുതി ഇപ്പോ 1-2 പേര്, അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അവർക്ക് തീരെ സഹിക്കാൻ പറ്റാതെ കമന്റ് ഇടുന്ന ആൾക്കാർക്കെതിരെ മാത്രം അവർ കേസ് കൊടുക്കുന്നു. അല്ലാത്തപ്പോ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ വെച്ച് സെല്ല് ചെയ്ത് ജീവിക്കുകയല്ലോ, അവർ ജീവിച്ചോട്ടെ. കാരണം ജീവിക്കാൻ പെടാൻപ്പെടുന്ന അല്ലെങ്കിൽ അരിമേടിക്കാൻ പെടാപ്പെടുന്ന കഷ്ടപ്പാട് എന്താണെന്ന് രേണുസുതിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഓടുതർന്ന് വർക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം, എല്ലാ മേഖലയിലുള്ള വ്യക്തികൾക്കും, പ്രത്യേകിച്ചും കലാ മേഖലയിലുള്ള വ്യക്തികൾക്കും നന്നായിട്ട് അറിയാം എന്താണ് അതിന്റെ ഒരു പാട്, എന്താണ് അതിന്റെ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത്. അപ്പൊ ഈ അതുൽ വ്ലോഗ്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾ അവന്റെ യൂട്യൂബ് ചാനലിൽ പോയി കാണുമ്പോൾ അവന്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മറ്റേ കീറി പറിച്ച് വലിച്ചു കീറി കുത്തി പറിച്ച് ദൂരെ എറിഞ്ഞിട്ടും പൊട്ടിച്ചിരിക്കുന്ന ഒരു സ്വഭാവമില്ലേ, റിയൽ സൈക്കോപാത്തിന്റെ സ്വഭാവം. പല സംഭാഷണങ്ങളിലും നമുക്ക് അയാളെ അതിൽ കാണാൻ സാധിക്കും, ഈ അതുൽ വ്ലോഗ്സിനെ. കാരണം ഈ രേണുസുതിയെ കുറിച്ച് അയാൾ പറഞ്ഞ കുറെ വർത്തമാനങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് എന്ത് തെറ്റാണ് അതുൽ നിങ്ങളോട് രേണുസുതി ചെയ്തത്? സമൂഹത്തിന് എന്ത് നന്മകേടാണ് രേണുസുതി ചെയ്തത്? എനിക്ക് അതാണ് അറിയേണ്ടത്. സമൂഹത്തിന് ദോഷം വരുന്ന എന്ത് പരിപാടിയാണ് രേണുസുതി അവിടെ ചെയ്തത്? സിനിമയിൽ കാണിക്കുന്ന വൾഗാരിറ്റി പോലും രേണുസുതിയുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല. ഒരു അഭിനേതാവ് എന്ന നിലയിൽ റീൽസ് ആയാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ആയാലും, അവരുടെ ഷോർട്ട് ഫിലിംസ് എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഷോർട്ട് ഫിലിംസ് ആയാലും സിനിമ നമ്മൾ ഇതുവരെ ഇറങ്ങി കണ്ടിട്ടില്ല. അവർ ചെയ്യുന്ന എന്ത് തന്നെ ആയാലും സമൂഹത്തിന് നാശം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന, കുട്ടികളെ തിന്മയിലേക്ക് നയിക്കുന്ന എന്ത് പരിപാടി രേണുസുതി ചെയ്തിട്ടുണ്ട്. അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ അന്തസ്സായിട്ട് തുടി ഉടുത്തുകൊണ്ടാണ് അവർ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. പിന്നെ നിനക്കൊക്കെ എന്തിന്റെ ചോർച്ചിലാടാ?
പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊന്നുമല്ല, ഞാൻ രോക്ഷം കൊള്ളും. ബിക്കോസ് പോലീസ് കഴിഞ്ഞ ദിവസം അത്രയും സഹികെട്ടിട്ടാണ് രേണുസുതി ഒരു റീലിൽ ഇപ്പൊ ഞാൻ കണ്ടത്. കൃത്യമായിട്ട് ഒരു ചാനലുകാർ എടുത്തിട്ടുണ്ട്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ അവർക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അത് ഈ അതുലിനെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണെന്ന് അതിന് വിഷയം. അതിന്റെ കൃത്യമായ കഥ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കുറിച്ച് വിശദീകരണത്തിൽ കിടക്കുന്നത്. രേണുസുതി കരയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഈ അതുലിന്റെയും ഡാനിയോ അങ്ങനെ ഏതാണ് പറയുന്ന ഒരുത്തന്റെയും വീഡിയോ. അവർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടുത്തെ പോലീസുകാരോട് മാന്യമായി ബിഹേവ് ചെയ്തു. പോലീസുകാർ അത്യാവശ്യപ്പെട്ടവരൊക്കെ മാന്യമായി ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ആരെന്നെ കടിച്ചു കീറാൻ നിൽക്കുന്നവരൊന്നും അല്ല. ഒരു 100 പോലീസുകാരെ എടുത്താൽ ഒരു 30%, അപ്പോൾ 25% അങ്ങനത്തെ ഉണ്ടായിരിക്കും. അത് പോലീസ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അല്ലാതെ ബാക്കി 70% നമ്മൾ വളരെ മാന്യമായിട്ട് ഇടപെടുകയും കാര്യങ്ങൾ ചോദിക്കുകയും നിങ്ങളൊന്ന് വരുവോ, നിങ്ങൾ അങ്ങോട്ട് എത്തുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അവര് മനുഷ്യരാണ്. സോ ഞാനൊരു പോലീസുകാരന്റെ മകളും കൂടെ ആയതുകൊണ്ടാണ്. അദ്ദേഹം മരിച്ചുപോയി, ബട്ട് അതുകൊണ്ട് എനിക്കറിയാം. സോ ഈ പറയപ്പെടുന്ന അതുലിനെ സഹി കെട്ടിട്ടാണ് ആരായാലും, ഞാനാണെങ്കിൽ അവന്റെ വീട്ടിൽ ചെന്ന് കയറി അടിച്ചത്. അതുപോലത്തെ വർത്താനങ്ങളാണ് അവൻ രേണുസുതിയെ കുറിച്ച് ഇരുന്ന് പറയുന്നത്. രേണുസുതിയുടെ ബിഷപ്പിന്റെ കാര്യങ്ങൾ, രേണുസുവിന്റെ അപ്പനെ അമ്മേനെ അത് വലിച്ചിടുക, രേണുസുവിന്റെ മകനെ വലിച്ചിടുക. അവരെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ സംഭവങ്ങൾ റിയാക്ട് ചെയ്യാം. നമ്മൾ അവരെന്താണ് ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അവർ ചെയ്തിപ്പോ നമ്മുടെ സീക്രട്ട് ഏജന്റ് റിയാക്ട് ചെയ്തു. ഏതാണ് രേണുസുതിയുടെ കൂട്ടുകാരനും കൂടെ ചെന്ന് ഒരു സോഷ്യൽ മീഡിയ തട്ടിപ്പ് പോലെ, അതായത് നമ്മുടെ ഫ്രോഡ്, വീട് വിൽപ്പന, ഈ പറയപ്പെടുന്ന നറുക്കെടുക്കുക, ലക്കി ഡ്രോ തട്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചു. ഞാനും റിയാക്ട് ചെയ്തു. അതൊക്കെയാണ് സമൂഹത്തിന്റെ പ്രശ്നം. അത് അറിഞ്ഞ ഉടനെ തന്നെ അവരുടെ ചേർന്ന് വർക്ക് ചെയ്ത പ്രതീക്ഷ ഒന്ന് മാപ്പ് പറയുകയും അവർ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തു. അന്തസ്സായിട്ട് തനിമലയാളി ചെയ്തു. അത് തന്നെയാണ് അകലെ ആപ്പിനെ കുറിച്ച് പറയാം. അന്തസ്സായിട്ട് അവരുടെ കൊളാബറേഷൻ അവർ ക്യാൻസൽ ചെയ്തു. അതാണ് മാന്യത എന്ന് പറയുന്നത്. അതല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ സീക്രട്ട് ഏജന്റ് വെച്ച് റിയാക്ട് ചെയ്തല്ലോ. എന്താ സീക്രട്ട് ഏജന്റ് അതാണ് റിയാക്ട് ചെയ്യേണ്ടത്. നമ്മള് ഇപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ച് റിയാക്ട് ചെയ്തു, അതും ഓക്കെ. അതല്ലാതെ ഈ രേണുസുതിയുടെ കുടുംബകാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുക. രേണുസുതിയുടെ പിന്നെ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യ നേരിട്ട് വരാൻ തയ്യാറല്ല. രണ്ടാമത്തെ ഭാര്യ ഇരുന്ന് സംസാരിക്കുന്നു. അവർ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അവരെന്തിനാ ഇതിനകത്ത് ഇപ്പൊ വിഷമിക്കുന്നത്? അവർക്ക് രേണുസുതിന് എന്തെങ്കിലും പേഴ്സണൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ അവർ നേരിട്ട് എന്ന് അടിക്കട്ടെ, അല്ലെങ്കിൽ നേരിട്ട് ഇത് പരാതി കൊടുക്കട്ടെ. രേണുസുതി എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്തു. ഇവിടെ പോലീസ് സ്റ്റേഷൻ നിയമങ്ങളൊക്കെ ഉണ്ട്. അതിന് പകരം അവരുടെ വോയിസ് ക്ലിപ്പ് ഇട്ട് ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു. പക്ഷേ ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരേ റെസ്പെക്ട് അവരെ കുറിച്ച് തോന്നുന്നു. അവരാരെ കുറിച്ചും മ്ലേച്ഛമായിട്ടൊരു വർത്തമാനം അവർ പറയുന്നില്ല. അവർക്ക് എന്താ റൈറ്റ് ഇല്ലേ? ഈ പറയുന്ന രേണുസുതിയെ കുറിച്ചിട്ടായാലും, ഈ പറയപ്പെടുന്ന അതുൽ വ്ലോഗ്സിനെ കുറിച്ചായാലും, ഈ പറയപ്പെടുന്ന അനന്തു, ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ഓഫ് അനന്തനെ കുറിച്ചാണ്. എനിക്ക് അവരുടെ പേര് കിട്ടിയില്ല, ഇപ്പഴാ കിട്ടിയത്. അവനൊന്നും ഒതുങ്ങിപ്പോ. അവൻ എപ്പോ രേണുസുതിയെ ചൊറിയാൻ ചെല്ലാറില്ല. അപ്പം ചോരയുള്ള നാരെ പേടിയിടുന്ന് പറയുന്നല്ലേ, പോലീസുകാർ ഒന്ന് ചെറുതായിട്ട് വരട്ടി കാണും. എന്തിനാണ് വ്യക്തിഹത്യ ചെയ്യുന്നത്? എന്തിനാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിനകത്ത് വലിച്ചിരിക്കുന്നത്? രേണുസുതി ഈ പറയപ്പെടുന്ന ഒരാളുടെയും കാര്യങ്ങൾ വെച്ചിട്ടല്ല അവർ റീൽ ചെയ്യുന്നത്. ഒരാളെയും കമ്പയർ ചെയ്തിട്ടല്ല അവർ ജീവിക്കുന്നത്. ഒരാളെയും തെറി പറഞ്ഞിട്ടല്ല അവർ ജീവിക്കുന്നത്. പിന്നെ നിനക്കൊക്കെ എന്തിന്റെ അതിൽ ചോദിക്കുന്ന ഡാഷ് വർത്താനമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്ക് എന്തിന്റെ സൂക്കേടാ? ഈ അതുലിനെ പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചപ്പോൾ കണക്കായി പോയി. പിന്നെ പോലീസുകാർ നല്ല എപ്പോഴും നിനക്കൊക്കെ നന്മയാകാൻ പറ്റുന്നു, എപ്പോഴും നീയൊക്കെ ഇങ്ങനെ ഊരി പോകാൻ പറ്റുമെന്ന് നീ ഒന്നും ചിന്തിക്കണ്ട. കാരണം എല്ലായ്പ്പോഴും ചക്ക വീട് മുതൽ ചാകത്തില്ല. ഒരിക്കൽ നിന്നെയൊക്കെ കിട്ടും രേണുസുര കയ്യിൽ തന്നെ. ഇതിലെനിക്ക് നല്ല അമർഷമാണ്. ഞാൻ ഒന്ന് ചോദിക്കും, നമ്മൾ കോണ്ടന്റ് ചെയ്തോളൂ, അവരെ വെച്ച് ചെയ്തോളൂ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിര് കടക്കരുത് ഒന്നിനും. അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ വേണം. അവരുടെ പെർമിഷൻ വെച്ച് പ്രാങ്ക് ചെയ്യുകയോ ഈ പറയപ്പെടുന്ന കോമാളിത്തരം കാണിക്കുക എന്താന്ന് വെച്ച് ചെയ്തോളുക. പക്ഷെ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫാമിലിയെ കുറിച്ച് പറയുക. അവർ രണ്ടാമതെയോ മൂന്നാമതെയോ രേണുസുതി, ചിലവർ പറയുന്ന കേട്ടു സുതി ഒരുത്തിയുടെ വോയിസ് കേൾക്കുന്നു. ഇപ്പൊ വാഗത്താനത്തെ കണ്ടുള്ള ഒരു വോയിസ്. അവർക്ക് എന്താണ് പ്രശ്നം രേണുസുതിയായിട്ട്? അവരുടെ കുടുംബത്തിൽ കയറി രേണുസുതി കളിച്ചോ? അത് അവരുടെ ഭർത്താവിനെയോ കാമുകനെയോ മകനെയോ പിടിക്കാൻ രേണുസുതി ചെന്നോ? ഇല്ലല്ലോ. രേണുസുതി നല്ല അന്തസ്സായിട്ട് വർക്ക് ചെയ്താണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ രേണുസുതി എന്ത് തെറ്റാണ് നിങ്ങളിരിക്കുന്ന ഈ കേരളക്കരയിലെ മഹാമനസ്കരായ ജനങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ. രേണുസുതി തുണിയഴിച്ച് ചാടുന്നില്ല. രേണുസുതി ഈ പറയപ്പെടുന്ന പോലെ കൂടക്കിണറുള്ള വീഡിയോസ് ചിത്രീകരിക്കുന്നില്ല. രേണുസുതി അന്തസ്സായിട്ട് അഭിനയിച്ച് അവരോട് അഭിനയിക്കാൻ താല്പര്യമുള്ള ക്രൂസിനോടൊപ്പം അവരുടെ കഥകൾ കേൾക്കാനും അവർക്ക് അനുയോജ്യമായ കഥകൾ ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂംസ് ഇട്ട് അവർ അഭിനയിക്കുന്നു. നല്ല അന്തസ്സുള്ള കോസ്റ്റ്യൂംസ് ഇട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അല്ലാതെ മാറിടം കാണിച്ചും ഈ പറയപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ളവർ പറയുന്നത് കാണാൻ പാടാത്ത ബിക്കിനി ഇട്ടൊന്നും അല്ലല്ലോ രേണുസുതിയുടെ അടുത്ത് അഭിനയിക്കുന്നത്. പിന്നെ നിനക്കൊക്കെ എന്തിന്റെ ആണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീക്ക് എന്തിനാണ് രേണുസുതിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അവര് ജീവിച്ചോട്ടെ. അല്ലെങ്കിൽ നീയൊക്കെ എനിക്ക് പറയാനുള്ള രേണുസുതിക്ക് കൊടുക്കും ഒരു 10 കോടി രൂപ അവരുടെ മകനെ പഠിപ്പിക്കാനും അവരുടെ മകനെ എഞ്ചിനീയറിംഗിനും മെഡിസിനും ഒക്കെ പഠിപ്പിക്കാനും വളർന്നു വരുന്നൊരു കൊച്ചനും കൂടെ ഉണ്ടല്ലോ, അവനും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ പണി നിർത്താന്ന്. നിനക്കൊന്നും ചെയ്യാനും കഴിയത്തില്ല. അവരെ വിട്ട് നിനക്കൊക്കെ ജീവിക്കുകയും വേണം. എന്നാലിട്ട് അവരെ ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല. നിനക്കൊക്കെ അന്തസ് ഉണ്ടോടെ? അന്തസ്